സീറോ ഇൻട്രസ്റ്റ് ഇടപാടുകളാണ് ഇപ്പോൾ. ബജാജ് ഇൻഷുറൻസ് അല്ല, ബജാജ് ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെ ഉണ്ടാവും. സീറോ ഇൻട്രസ്റ്റ്. എങ്ങനെ സീറോ ഇൻട്രസ്റ്റ് ആവുക? സീറോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം 1,00,000 സാധനത്തിന് 1,00,000 തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അത് ശരിയാണ്. അപ്പോൾ അതിൽ വസ്തുവിൻ്റെ വിലയിൽ ഇൻട്രസ്റ്റായി നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷെ അവിടെ സാമ്പത്തികമായ ഉപാധി വെക്കുന്നുണ്ട്. എന്താണ് ഉപാധി? ഒരു മാസം അടക്കാൻ വൈകിയാൽ അഡീഷണൽ ഇത്ര പൈസ കൊടുക്കണം എന്ന ഉപാധി വെക്കലോടുകൂടെ തന്നെ ആ ഇടപാട് പലിശ ഇടപാടായി മാറി. അത് ഞാൻ തെറ്റിക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മാസത്തിലുള്ള അടവിൽ ഞാൻ ഭംഗം വരുത്തൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇടപാടുകളിൽ ഉപാധി വെച്ചുകൊണ്ട് അത് തെറ്റിപ്പോയാൽ ഇത്ര പണം കൊടുക്കണം എന്ന ഒരു കണ്ടീഷൻ അവിടെ വെക്കലോടുകൂടെ തന്നെ ആ ഇടപാട് പലിശ ഇടപാടായി മാറി. പക്ഷെ അധികം ആൾക്കും ആരും അറിയില്ല. അത് ഞാൻ ബജാജ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഇൻസ്റ്റാൾമെൻറ്റ് വഴി എടുത്തതാണ് എന്നാ പറയാം. ഒരു പൊതുസമൂഹത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരോട് പൊരുത്തപ്പെടിക്കാനാണ്? മനുഷ്യരുടെ ബാധ്യതകൾ പൊരുത്തപ്പെടിച്ചാലല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുകയില്ല എന്നത് തൗബയുടെ ഷർത്തല്ലേ? വേറെ ചിലരുണ്ട് കച്ചവടത്തിൻ്റെ പേരിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കും. കച്ചവടത്തിൻ്റെ യാതൊരു മര്യാദകളും അവർ പാലിച്ചിട്ടുണ്ടാവില്ല. ഒരു ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ച് മറ്റൊരു ഭാഗത്ത് ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നിലക്കുന്നത് അന്ന് ഡിവിഡൻഡും നിലക്കും, ലാഭവിഹിതവും നിലക്കും. അത് വാങ്ങുന്നവരുണ്ട്, അതിലേക്ക് പണം കൊടുക്കുന്നവരുമുണ്ട്. ഫിക്സ്ഡ് എമൗണ്ട് എല്ലാ മാസവും 5,000 രൂപ 1,00,000 തന്നാൽ തരാമെന്നാരെങ്കിലും പറഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ. നിഷിദ്ധമായതാണെന്ന് അവർക്കറിയാം. പക്ഷേ ന്യായീകരണങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബിസിനസ്സുകളിലൂടെ എന്താണ് വിൽക്കപ്പെടുന്നത്, എന്താണ് വാങ്ങുന്നത് എന്ന ധാരണ പോലുമില്ലാത്ത, കച്ചവടത്തിൻ്റെ മിനിമം നിബന്ധനകൾ പോലും പാലിച്ചിട്ടില്ലാത്ത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവർ പലരുമുണ്ട്. ഇതൊക്കെ ആത്യന്തികമായി അപകടം ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ആത്മീയ ജീവിതത്തിലാണ്. നമുക്കൊരു പക്ഷേ ചിലപ്പോൾ തോന്നും വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. കുഴപ്പമൊന്നുമില്ലല്ലോ, ജീവിതമൊക്കെ ഉഷാറാണല്ലോ, മക്കളൊക്കെ ആലിമീങ്ങളായല്ലോ, ഡോക്ടറായല്ലോ, എൻജിനീയർ ആയല്ലോ എന്ന് നമ്മൾ പറയും. അവിടെ ഒന്നും ചിലപ്പോൾ കുഴപ്പങ്ങൾ കാണാൻ കഴിയില്ല. കുഴപ്പങ്ങൾ കാണുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും കൽബിനുമിടയിൽ മറയിടും. ലൈലത്തുൽ ഖദറും 27-ാം രാവും ഒരുമിച്ച് വന്നാലും നമ്മുടെ കണ്ണിൽ നിന്നൊരിറ്റു കണ്ണുനീർ വരില്ല. കാരണം നമ്മുടെ അകത്തുള്ളത്, നമ്മുടെ കയ്യിലുള്ളത് എല്ലാം നിഷിദ്ധമായ രൂപത്തിൽ നമ്മൾ സമ്പാദിച്ചതാണ് എന്നതുകൊണ്ട് തന്നെ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവാണ്, 23-ാം രാവാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് മുസാഫഹത്ത് ചെയ്യുമെന്നാണ് ചിലരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, മൻ ഫത്തറ സായിമൻ, ആരെങ്കിലും നോമ്പുകാരെ നോമ്പ് തുറപ്പിച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവരെ മുസാഫഹത്ത് ചെയ്യും എന്ന ഹദീസ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാഹരിച്ച ഹദീസിൻ്റെ ക്രോഡീകരണത്തിൽ പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മുസാഫഹത്ത് ചെയ്തു എന്നതിൻ്റെ തെളിവും അടയാളവും എന്താണ്? അവർക്ക് കരയാൻ കഴിയുമെന്നാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും എന്നതാണ്. നമുക്ക് കണ്ണുനീർ വരുന്നില്ല. അള്ളാഹുവിനോട് ഒരു മിനിറ്റ് സമയം ക്ഷമയോടുകൂടി, സാവകാശത്തോടുകൂടി, സലാമത്തു സദറോടുകൂടി, ഫ്രീ മൈൻഡോടുകൂടി നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലേക്ക് ഈ സംഗതികളൊന്നും കയറി കിട്ടുന്നില്ല. അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ സാമ്പത്തിക വ്യവഹാരങ്ങളിൽ എത്രമാത്രം ശക്തമായ ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ സമ്പത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളെക്കുറിച്ച് പറയുന്നത്. ഖുർആനിലെ ഏറ്റവും വലിയ സൂക്തം ആയത്തുദ്ദൈനാണ്, കടവുമായി ബന്ധപ്പെട്ട ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്,
നിങ്ങൾ കടം വാങ്ങുകയാണെങ്കിൽ എഴുതി വെച്ചുകൊണ്ട് കൊടുക്കണം, എഴുതി വെച്ചുകൊണ്ട് കടത്തിൻ്റെ ഏർപ്പാടുകളിൽ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ. ചിലർക്ക് കടം വാങ്ങുന്നതിനെക്കുറിച്ച് യാതൊരു ജാഗ്രതയുമില്ല. ശരീഅത്തിൽ കടം വാങ്ങുന്നതിനൊരു മാനദണ്ഡമുണ്ട്. വീട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ കടം വാങ്ങാൻ പാടുള്ളൂ. വീട്ടാനുള്ള വഴികളെ മുന്നിൽ കാണണം, സാധ്യതകൾ ഉണ്ടാകണം. അല്ലാത്തവർക്ക് കടം വാങ്ങാനും പാടില്ല, കടം കൊടുക്കാനും പാടില്ല. കടം വാങ്ങുമ്പോൾ തന്നെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. കാരണം മരണപ്പെട്ടു കഴിഞ്ഞാലും ഖബറിൽ നമ്മെ അസ്വസ്ഥമാക്കുന്നതാണ് നമ്മുടെ കടത്തിൻ്റെ കടയിടപാടുകൾ എന്ന ജാഗ്രത നമുക്കുണ്ടാകണം. ഇപ്പോൾ വളരെ വ്യാപകമായി പറയപ്പെടുന്നതാണ് കടം വാങ്ങിയാൽ പിന്നെ ബന്ധങ്ങൾ ശിഥിലമാവുകയാണ് എന്നത്. അവനോട് മിണ്ടാൻ പറ്റില്ല, കടം വാങ്ങിയത് ചോദിക്കാൻ പറ്റില്ല, ചോദിച്ചതിൻ്റെ പേരിൽ പിന്നീട് വെറുപ്പും വിദ്വേഷവും. കടം എന്നുള്ളത് മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കുന്ന ഒരു പ്രവണതയായി മാറിക്കഴിഞ്ഞു എന്നത് സത്യമാണ്. അവധിയുള്ള കടങ്ങളാണെങ്കിൽ വല്ല കാരണവശാലും ആ അവധിക്ക് പണം തിരികെ കൊടുക്കാൻ കഴിയില്ല എങ്കിൽ അവനോട് കാര്യങ്ങൾ ഉണർത്തി കാരണങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവധി നീട്ടി വാങ്ങാൻ കഴിയണം. ഇത് അവധിയായാൽ പിന്നെ അവൻ്റെ ഫോൺ എടുക്കൂല, അവനുമായി യാതൊരു കണക്ഷനുമില്ല, അവൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഇവന് പ്രശ്നമാകുന്നില്ല. സഹായിച്ചത് പിന്നീട് ശത്രുതയുണ്ടാകാൻ കാരണമാകുന്ന അവസ്ഥകളിലേക്ക് കടം മാറിപ്പോകുന്ന അവസ്ഥയുണ്ട്, എല്ലാ തലങ്ങളിലുമുണ്ട്. വേറെ ചിലരുണ്ട്, സാമ്പത്തിക വ്യവഹാരങ്ങൾ വലിയ കടക്കാരായിരിക്കും, പക്ഷെ ഭയങ്കരമായി സ്വതക്ക കൊടുക്കുക, ജനങ്ങളുടെ പ്രീതി പറ്റാൻ വേണ്ടി. ഇപ്പോൾ ഈ അടുത്തൊരാൾ സംസാരിച്ച് റമദാനായാൽ പലിശക്ക് പണം എടുക്കും അത്ര. എന്തിനാണ്? അദ്ദേഹത്തെ ധാരാളം ആളുകൾ സമീപിക്കും. പഴയ കാലം വലിയ പ്രതാപമുള്ള ആളായിരുന്നു, ഇന്ന് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡൊക്കെ തകർന്ന് ആൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് വരുന്ന ആളുകളെ നിരാശപ്പെടുത്താൻ പറ്റൂലല്ലോ നൂറാനി എന്ന് പറഞ്ഞ അയാൾ. അതുകൊണ്ട് കുറച്ച് പണം ഞാൻ പലിശക്കെടുത്തിട്ടാണെങ്കിലും അയാളുടെ ക്രെഡിറ്റ് പറയാണ്. ആളുകളുടെ ഇടയിൽ പ്രസ്റ്റീജ് സൂക്ഷിക്കുന്നതിന് വേണ്ടി, അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ പണം കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇതിലൊക്കെ സാമ്പത്തികമായ കാര്യങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂ. നിങ്ങളൊരു അവധി പറഞ്ഞുകൊണ്ട് കടം വാങ്ങിയാൽ ആ കടത്തെ നിങ്ങൾ എഴുതി വെക്കണം. വൽയക്തുബ് ബൈനകും കാതിബും ബിൽ അദ്ൽ. നിങ്ങളുടെ ഇടയിൽ ഒരെഴുത്തുകാരൻ നീതിയോടുകൂടെ അത് എഴുതി വെക്കണമെന്ന് പരിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുദ്ദൈൻ, കടത്തിൻ്റെ ഗൗരവം. അതുപോലെ പലിശ നമുക്ക് പ്രശ്നമല്ല. പലിശയില്ലാത്ത ഇടപാടുകൾ വളരെ പരിമിതമായ കാലഘട്ടമാണ് ഇന്ന്. സീറോ ഇൻട്രസ്റ്റ് ഇടപാടുകളാണിപ്പോൾ. ബജാജ് ഇൻഷുറൻസ് അല്ല, ബജാജ് ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെ ഉണ്ടാവും. സീറോ ഇൻട്രസ്റ്റ്. എങ്ങനെ സീറോ ഇൻട്രസ്റ്റ് ആവുക? സീറോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം 1 ലക്ഷത്തിൻ്റെ സാധനത്തിന് 1 ലക്ഷം തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അത് ശരിയാണ്. അപ്പോൾ അതിൽ വസ്തുവിൻ്റെ വിലയിൽ ഇൻട്രസ്റ്റായി നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷെ അവിടെ സാമ്പത്തികമായ ഉപാധി വെക്കുന്നുണ്ട്. എന്താണ് ഉപാധി? 1 മാസം അടക്കാൻ വൈകിയാൽ അഡീഷണൽ ഇത്ര പൈസ കൊടുക്കണം എന്ന ഉപാധി വെക്കലോടുകൂടെ തന്നെ ആ ഇടപാട് പലിശ ഇടപാടായി മാറി. അത് ഞാൻ തെറ്റിക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മാസത്തിലുള്ള അടവിൽ ഞാൻ ഭംഗം വരുത്തൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇടപാടുകളിൽ ഉപാധി വെച്ചുകൊണ്ട് അത് തെറ്റിപ്പോയാൽ ഇത്ര പണം കൊടുക്കണം എന്ന ഒരു കണ്ടീഷൻ അവിടെ വെക്കലോടുകൂടെ തന്നെ ആ ഇടപാട് പലിശ ഇടപാടായി മാറി. പക്ഷെ അധികം ആൾക്കും ആരും അറിയില്ല. അത് ഞാൻ ബജാജ് ഇൻട്രസ്റ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഇൻസ്റ്റാൾമെൻറ്റ് വഴി എടുത്തതാണ് എന്നാ പറയാം. ഇനി ഇൻട്രസ്റ്റ് തെറ്റിയാലൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ അടുത്തുള്ള സമയത്ത് എങ്ങനെയെങ്കിലും ഇത്ര മാസം കൊണ്ട് 10 മാസം കൊണ്ട് ഈ എമൗണ്ട് അടച്ച് വീട്ടിയാൽ മതി എന്ന ഉപാധിയാണെങ്കിൽ പ്രശ്നമില്ല. ആ വസ്തുവിന് കച്ചവടത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതൊരു 1 ലക്ഷത്തിൻ്റെ വസ്തുവാണ്, ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റായി തരികയാണ്, നിങ്ങൾ 10 മാസം കൊണ്ട് എനിക്ക് 1 ലക്ഷം റുപ്യ തന്നാൽ മതി എന്നതാണ് ഡീലിങ് എങ്കിൽ
ഉപാധികളില്ല. നിങ്ങൾ വൈകുകയാണെങ്കിൽ ഇത്ര രൂപ തരണം ഉപാധി. ഇനി കടം കൊടുക്കുന്നിടത്താണെങ്കിൽ തിരിച്ചു തരുമ്പോൾ അധികം കൊടുക്കൽ സുന്നത്തുണ്ട്, പക്ഷെ ഉപാധി വെക്കാൻ പാടില്ല. കടം ഒരാൾ വാങ്ങിയാൽ ആ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ലക്ഷം ഒരാൾക്ക് കടം കൊടുത്താൽ ഒരാൾക്ക് 1,10,000 രൂപ തിരിച്ചു കൊടുക്കുമ്പോൾ അത് സുന്നത്താണ്. പക്ഷെ കടം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു തരുമ്പോൾ സുന്നത്താണ് കേട്ടോ, ഒരു 10,000 രൂപ കൂടുതൽ തരണം എന്ന ഉപാധിയോടുകൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് പലിശയായി. അഥവാ മറ്റൊരാളുടെ സമ്പത്ത് അതൃപ്തിയോടുകൂടെയോ അന്യായമായോ നമുക്ക് ഒരിക്കലും തന്നെ വിനിയോഗിക്കാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് കച്ചവടത്തിലും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലുമുള്ള ഓരോ ഇടപാടുകളും ശുദ്ധമായാലാണ് ആത്മീയമായി അള്ളാഹുവിനോട് നമുക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തികമായി നമ്മൾ സമാഹരിക്കുന്ന സമ്പത്തുകളിൽ വളരെ മൂല്യവത്തായ പ്രാധാന്യമുള്ള സ്വത്ത് തന്നെയാണ് കച്ചവടത്തിൻ്റെ മുതൽ എന്ന് പറയാം, കച്ചവടത്തിലൂടെ ഉണ്ടാക്കുന്ന ലാഭം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയുടെ ഭവിഷ്യത്തോർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അല്ലദീന യഅ്കുലൂനർ റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ തിന്നുന്നവരായ ആളുകൾ പിശാചിൻ്റെ ബാധയേറ്റുകൊണ്ട് എഴുന്നേൽക്കുന്നവരെ പോലെയാണ്, അവരെപ്പോലെയാണ് അവർ എഴുന്നേൽക്കുക. ഭ്രാന്തമായ അവസ്ഥയിലാണ് അവർ എഴുന്നേൽക്കുക. ذَلِكَ بِأَنَّهُمْ قَالُوا إِنَّمَا الْبَيْعُ مِثْلُ الرِّبَا. അതെന്താണ് അങ്ങനെ നടക്കാൻ കാരണം? അവർ പറയുന്നത് കച്ചവടം പോലെ തന്നെയാണ് പലിശയും എന്നാണ് അവരുടെ ന്യായം. എന്നാൽ വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ, കച്ചവടം അല്ലാഹു ഹലാലാക്കി തന്നിട്ടുള്ളതാണ്, പലിശ ഹറാമാക്കിയിട്ടുള്ളതാണ്. ഫമൻ ജാഅഹു മൗഇദത്തും മിർ റബ്ബിഹി ഫന്തഹ ഫലഹു മാ സലഫ വ അംറുഹു ഇലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപദേശം വന്നിട്ട് അത് പലിശ തെറ്റാണെന്ന ബോധ്യം ഒരാൾക്ക് ബോധ്യപ്പെട്ടിട്ട് ആരെങ്കിലും പലിശയിൽ നിന്ന് വിരമിച്ചാൽ അവൻ മുമ്പ് വാങ്ങിയത് മുഴുവനും അവനുള്ളതു തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ അംറുഹു ഇലല്ലാഹ്, അവൻ്റെ കാര്യം അല്ലാഹുവിലേക്കാണെന്ന് പറഞ്ഞാൽ അവൻ്റെ തീരുമാനം അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. കച്ചവടം നല്ല പുണ്യമുള്ള കാര്യമാണ്. കച്ചവടത്തിൻ്റെ മഹത്വത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ കച്ചവടം ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഇന്ന് ബിസിനസ് പ്രൊഫഷണലുകൾ എന്താ പറയുക, ഓണർപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു മേഖല, സ്ത്രീകൾക്കിടയിൽ അതിലൊരു ട്രെൻഡാണ്. ഏതെങ്കിലും നിലക്കുള്ളൊരു കച്ചവടം അവർക്കുണ്ടാകണം എന്ന്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ എങ്ങനെയെങ്കിലും. കച്ചവടം ചെയ്യുന്നതിനെതിരല്ല. ഇസ്ലാമികമായ ഔറത്തിൻ്റെ നിയമങ്ങളെല്ലാം ബാധിച്ചുകൊണ്ട്, ഹിജാബിൻ്റെ നിയമങ്ങളെല്ലാം ബാധകമായി വിധേയപ്പെട്ടുകൊണ്ട് ഒരാൾ കച്ചവടം നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ അവിടൊക്കെ ഇസ്ലാമികമായ നിയമങ്ങൾ ബാധകമാണ്. ഒരാണും പെണ്ണും ഒരു ഓഫീസിൽ ഒറ്റക്കുണ്ടാകാൻ പാടില്ല. ഇടപഴകുന്നിടത്ത് മഹ്റമിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അത്തരത്തിലുള്ള സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം അടിസ്ഥാനപരമായി വെച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും അത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അത്യാവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലാതെ ഒരു സ്ത്രീ സ്വതന്ത്രമായി പുരുഷന്മാരെ പോലെ യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ പരസ്യമായി ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് വലാ തബറജുന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, അന്ധകാരകാലത്ത് സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്തതുപോലെ നിങ്ങൾ രംഗപ്രവേശനം ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വ്യക്തമായ താക്കീതുള്ളതാണ്.
ഹിജാബിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഒരാൾക്ക് കച്ചവടങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഏർപ്പെട്ട മാതൃക സയ്യിദത്തുന ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കാലങ്ങൾക്കിപ്പുറവും അവിടുത്തെ ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നത് വകാനത്ത് തുദ്ആ ബിൽ ജാഹിലിയ്യത്തി അത്വാഹിറ, ജാഹിലിയ കാലഘട്ടത്തിൽ അവർ വിളിക്കപ്പെട്ടിരുന്നത് വിശുദ്ധയായ പവിത്രയായ ഒരു സ്ത്രീ എന്ന നാമത്തിൽ അറിയപ്പെട്ടവരായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ എന്നാണ്. കച്ചവടം പറ്റും, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തന്നിട്ടുള്ള മഹാന്മാരായ നബിമാർ, ഒരുപാട് നബിമാർ കച്ചവടം ചെയ്തിട്ടുള്ളതായി അറിയാം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്താജിറുസ് സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ യൗമൽ ഖിയാമ. നല്ല കച്ചവടക്കാരൻ, കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുന്ന കച്ചവടക്കാരൻ, യാതൊരു വഞ്ചനയും നടത്താത്ത, മറ്റൊരാളെ ചതിക്കാത്ത, പൂഴ്ത്തിവെപ്പ് നടത്താത്ത, കൊള്ളലാഭമെടുക്കാത്ത, ന്യൂനതയുള്ള സാധനങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് പറ്റിക്കാതെ കച്ചവടം നടത്തുന്ന സത്യസന്ധനായ കച്ചവടക്കാരനെപ്പറ്റി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവൻ ഖിയാമത്ത് നാളിൽ നബിമാരുടെയും ശുഹദാക്കളുടെയും കൂടെയാണ് സത്യസന്ധരായ കച്ചവടക്കാരെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ പ്രചരണത്തിൽ വലിയ പങ്ക് നിർവഹിച്ചവരാണ് കച്ചവടക്കാർ എന്നുള്ളത് ഇസ്ലാമിക ചരിത്രം പരതുമ്പോഴെല്ലാം കാണാം. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. 10-25 സംസ്ഥാനങ്ങളുടെ നഗരപ്രാന്തങ്ങളിലെല്ലാം സഞ്ചരിക്കുമ്പോൾ പൗരാണിക കാലം മുതൽ തന്നെ അവിടെ എത്തിച്ചേർന്ന മലയാളി ഫാമിലികളെ ഇപ്പോഴും കാണാം കച്ചവട ആവശ്യാർത്ഥം. പലയിടങ്ങളിലും മലയാളി മസ്ജിദുണ്ട്, കേരളക്കാർ നിർമ്മിച്ച പള്ളികളുണ്ട്. അക്കാലത്ത് കച്ചവടക്കാരുടെ ഇടയിലൂടെ മുസ്ലിം ക്ഷേമൈശ്വര്യ കാര്യങ്ങളിലെല്ലാം അത്തരത്തിലുള്ള കച്ചവടക്കാർ വഴി ഇടപെട്ടിരുന്ന, അവർ നിർമ്മിച്ചിരുന്ന പള്ളികൾ. നമ്മുടെ നാടുകളിൽ തന്നെ നോക്കിയാൽ പള്ളികൾ ആദ്യമായി നിർമ്മിക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വന്ന സ്വഹാബത്താണ് പള്ളികൾ നിർമ്മിക്കുന്നത്. കച്ചവട ആവശ്യത്തിനു വേണ്ടി അറേബ്യൻ രാഷ്ട്രങ്ങളുമായി വലിയ വാണിജ്യബന്ധം പഴയ കാലത്ത് നമ്മുടെ നാടിനുണ്ടായിരുന്നു. കേരളം മറ്റിതര സംസ്ഥാനങ്ങളെക്കാൾ വേറിട്ടു നിൽക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പത്തരമാറ്റുള്ള ഈമാനാണ് എന്നതാണ്. അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയത്തുൻ. നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളിൽ പലതും യമനുകാരിൽ നിന്ന് കടം കൊണ്ടവരാണ് നമ്മൾ. കാരണം പഴയ കാലത്ത് വാണിജ്യബന്ധവുമായി യമൻ രാഷ്ട്രവുമായി അറേബ്യൻ രാഷ്ട്രങ്ങളുമായി നമുക്കുണ്ടായിരുന്ന ബന്ധം നമ്മുടെ സംസ്കാരങ്ങളെ നോക്കൂ. നിങ്ങൾ ആകെ ഇന്ത്യ വ്യാപകമായി കേരളം വിട്ടാൽ മുഴുവൻ ഹനഫി മസ്ലക്കാണ്, ഹനഫി മദ്ഹബാണ്. പക്ഷേ നമ്മൾ കേരളക്കാർ ഷാഫിഈ മദ്ഹബുകാരാണ് മെജോറിറ്റി. തെക്കൻ ജില്ലകളിൽ അപൂർവം ചില സ്ഥലങ്ങളിൽ ഹനഫി മദ്ഹബുകാരുണ്ടെന്നതൊഴിച്ചാൽ ബാക്കിയുള്ള നമ്മളെല്ലാവരും ഷാഫിഈ മദ്ഹബുകാരാണ്. കാരണം നമുക്ക് ഈമാൻ കിട്ടിയത് നല്ല പവർഫുള്ളായുള്ള യമാനിയായ, മെയ്ഡ് ബൈ യമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ല ഈമാൻ അത് യമനുകാരുടെ ഈമാനാണ്. ആ ഈമാനിൻ്റെ താവഴിയാണ് നമുക്ക് കിട്ടിയത് എന്നതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ ഈമാനാണ് നമ്മുടെ ഈമാൻ. കച്ചവടക്കാർ വഴി ഒരുപാട് സംസ്കാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കച്ചവടക്കാർ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിൽ ചെറുതല്ലാത്ത പങ്ക് സ്വീകരിച്ചിട്ടുണ്ട്. ചതിയും വഞ്ചനയുമില്ലാത്ത കച്ചവടം അവർ വന്ന് നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുത്തിയപ്പോൾ ശുദ്ധമായ ഇസ്ലാമിനെ ജനങ്ങൾ സ്വീകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാം കേരളത്തിലെത്തി. അവരുടെ ജീവിത വിശുദ്ധി കണ്ട് അവർക്ക് കൊടുത്ത ഇളനീര് ഹലാലാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ കുടിക്കുന്നത് കണ്ട്, ജീവിതത്തിൽ പുലർത്തിയ സത്യസന്ധത കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നത് ചരിത്രമാണ്.
അത് നമ്മൾ ഇന്നത്തെ കാലത്ത് പാലിക്കപ്പെടുന്നില്ല. ഒരാളെ പറ്റിച്ചിട്ടെങ്കിലും കച്ചവടം നടക്കണം, ഞാൻ പെട്ട് അതുകൊണ്ട് ഞാൻ പെടുത്തണം എന്നുള്ള മെൻറ്റാലിറ്റി വളരെ വ്യാപകമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരോടും ശുഹദാക്കളോടും കൂടെ സ്വർഗത്തിലിടം നൽകുന്നവനാണ് അത്താജിറു സദൂഖ്, നല്ല സത്യസന്ധനായ കച്ചവടക്കാരൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അളവിലും തൂക്കത്തിലും എല്ലാം വളരെ കൃത്യതയുണ്ടാകണം. തുലാസിൽ കൃത്രിമത്വം കാണിക്കുന്നവർ, വൈലുല്ലിൽ മുത്തഫിഫീൻ. തുർക്കിയിലെ വയോധികനായ ഒരു കച്ചവടക്കാരൻ്റെ ഒരു ചിത്രം ഈ സമീപ ദിവസത്തിൽ ശ്രദ്ധയിൽപ്പെട്ട് അതിൻ്റെ അടിക്കുറിപ്പ് കൊടുത്തത് എന്തായിരുന്നു അറിയോ? ത്രാസിൽ പേപ്പർ വെക്കാതെയാണ് അദ്ദേഹം സാധനം തൂക്കുന്നത് എന്നാണ്. ആ ത്രാസിൽ വെക്കുന്ന അതേ പേപ്പറിൻ്റെ കനമുള്ള ഒരു പേപ്പർ തൂക്കട്ടി വെക്കുന്നിടത്തും വെക്കും, തുലാസിൻ്റെ കട്ടി ഭാരം വെക്കുന്നിടത്തും ആ പേപ്പർ വെക്കും. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് നിങ്ങൾ ഇവിടെ പേപ്പർ വെക്കുന്നത്? സാധനം പൊതിയാൻ ഇപ്പുറത്ത് പേപ്പർ വെച്ചാൽ പോരെ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിൽപ്പന മുതൽ പേപ്പറല്ല, പേപ്പർ ഞാൻ അയാൾക്ക് പൊതിഞ്ഞു കൊടുക്കുന്ന സാധനമാണ്. ആ പേപ്പറിൻ്റെ ഭാരം കൂടി ഇതിൽ തൂങ്ങാൻ പാടില്ല. ആ പേപ്പറിൻ്റെ ഭാരം, ഇന്ന് നമ്മുടെ ഡിജിറ്റൽ ത്രാസുകളിലെല്ലാം 0 വെയിറ്റ് ആക്കിയിട്ട് വെക്കാൻ പറ്റും. പക്ഷെ പഴയ കാലത്ത് അത്രമാത്രം തൂക്കുന്നിടത്ത് സൂക്ഷ്മത പുലർത്തുന്ന, കാരണം ഗൗരവമായ ഭാഷയിലാണ് അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുന്ന, കൃത്രിമത്വം വരുത്തുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഗൗരവമായ ഭാഷയിലാണ് താക്കീത് ചെയ്യുന്നത്. വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർക്ക് ഭയാനകമായ നരകമുണ്ട് എന്നർത്ഥം. വൈല് എന്നാൽ അൽ ഹലാഖ്, നാശം, നഷ്ടം, അദാബ്. വൈല് എന്നാൽ നരകത്തിലുള്ള ഒരു താഴ്വര എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം മുഫസ്സിറുകൾ പറയുന്നത്. ഗുരുതരമായ ശിക്ഷയുണ്ട് എന്നർത്ഥം. ഹലാക്കുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അളവ് തൂക്കത്തിൽ കുറവ് വരുത്തിയിട്ട് കച്ചവടം ചെയ്യുന്നവൻ ലാഭകരമാകാനേ പോകുന്നില്ല, അവന് പരാജയമേ ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ 5-10 ഉറുപ്പ്യ അവന് ലാഭം കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ അവന് പരാജയം വരാനിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ തീർച്ചയാണ്. അതുകൊണ്ട് അളവ് തൂക്കത്തിൽ യാതൊരു നിലയിലും കുറവ് വരുത്താനോ ഭംഗം വരുത്താനോ പാടില്ല. ഇസ്ലാമിന് കർശനമായ നിയമം അക്കാര്യത്തിലുണ്ട്, അത് പാലിക്കണം. മാത്രമല്ല, അങ്ങനെ കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവർ ഇസ്ലാമിനെ തന്നെയാണ് പറയിപ്പിക്കുന്നത്. ഈയിടെ ഇവിടെ വന്നിരുന്ന വിദേശ പ്രതിനിധികളായ ആളുകൾ അവർക്ക് താമസിക്കാൻ വേണ്ടി വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ അവർക്ക് താമസിക്കാൻ ഒരു വീട് വേണം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തെ അന്നെ യാദൃച്ഛികമായി കിട്ടിയത് ഇവിടെയുള്ള കോഴിക്കോട്ടുകാരനായ ഒരു സുഹൃത്തിന്. അപ്പോൾ വീട്ടുകാരൻ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഡബിൾ അഡ്വാൻസ് ഇയാൾ വാങ്ങി. ഇയാളുടെ മുതലല്ല, എന്നിട്ട് ഇത്രയാണ് വീടിന് അഡ്വാൻസ് വേണ്ടതെന്ന് പറഞ്ഞ് പിന്നീട് അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ നമ്മോട് ബന്ധപ്പെട്ടിട്ട് പറയാണ്, ഇനി യാതൊരു ഡീലിങ്ങും മുസ്ലിങ്ങളായിട്ടില്ല കേട്ടോ. കാരണം അമുസ്ലിങ്ങൾ പലപ്പോഴും പാലിക്കുന്ന സത്യസന്ധത പോലും ഒരുപാട് അനുഭവങ്ങളിലൂടെ അവർ പറയും ഇത് ഇസ്ലാമിനാണ് ചീത്തപ്പേരുണ്ടാക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ സാമ്പത്തിക ശുദ്ധിയുള്ളവരാണെന്ന് പറയുകയും ഇസ്ലാമിൽ സാമ്പത്തിക ശുദ്ധി വളരെ അനിവാര്യമാണെന്ന് നമ്മൾ അവകാശപ്പെടുകയും എന്നിട്ട് അനിയന്ത്രിതമായി അല്ലെങ്കിൽ അന്യായമായി നമ്മൾ സമ്പത്ത് സമാഹരിക്കുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായി തന്നെ നമ്മൾ കാണണം. അതുകൊണ്ട് കച്ചവടം നല്ല ജോലിയാണ്, പക്ഷേ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെടുന്നു, അന്നൻ നബിയ സുഇല അയ്യുൽ കസ്ബി അത്യബു, ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി, അമലുർ റജുലി ബിയദിഹി, ഒരാളവൻ്റെ കൈ കൊണ്ട് ഏർപ്പെടുന്ന ജോലിയാണ്, അഥവാ കൂലിപ്പണിയാണ് ഏറ്റവും നല്ല ജോലി. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളുടെ കൈ പിടിച്ചപ്പോൾ അയാളുടെ കൈയിലെ പരുക്കൻ പ്രകൃതം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചത് ഹദീസിലുണ്ട്. ഇന്നിപ്പോൾ കൂലിപ്പണിക്ക് ആളെ കിട്ടണില്ല, ഒക്കെ ബംഗാളികളായി, നമ്മളൊക്കെ കഫീലുമാരായി. ബംഗാളികളെയോ നോർത്ത് ഇന്ത്യൻസിന്നോ ആളുകളെ കൊണ്ടുവന്ന് മലയാളികൾ പണിയെടുക്കാൻ മടിയുള്ളവരായി മാറി. തെങ്ങ് കയറാനും കൃഷി ചെയ്യാനും ചുമട്ടുതൊഴിലെടുക്കാനും ഇതൊക്കെ ജോലികളാണ്.
സാധ്യതകളാണ്. നിർമ്മാണപ്പണികളിൽ കൂടുതൽ നോൺ മലയാളീസാണ് ഉള്ളത്. മലയാളികൾ അതിന് സന്നദ്ധരാകുന്നില്ല. അത് പലപ്പോഴും നമ്മുടെ പ്രസ്റ്റീജിൻ്റെ പുറത്താവുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിലുള്ള ഒരു അപാകത എന്ന് വേണമെങ്കിൽ അതിന് പറയാം. അതിനും ആൾ വേണം, എല്ലാം വേണം. ഏറ്റവും നല്ല ജോലി കൈകൾ കൊണ്ടെടുക്കുന്ന ജോലിയാണ് എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരുന്നു, വകുല്ലു ബൈഇൻ മബ്റൂരിൻ, എല്ലാ ചതിയും വഞ്ചനയുമില്ലാത്ത കച്ചവടങ്ങളും ജോലികളിൽ ഏറ്റവും നല്ല ജോലിയാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരാണ് നല്ല കച്ചവടക്കാരനെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നല്ല കച്ചവടക്കാരൻ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. നല്ല കച്ചവടക്കാരനെ പറ്റി സൂറത്തുന്നൂറിലെ 37-ാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തുകയാണ്. നല്ല കച്ചവടക്കാരൻ നിസ്കാരവും ദിക്റും നഷ്ടപ്പെടുത്താത്തവനാണ്. ഇവിടൊക്കെ നമുക്ക് വലിയ ഭാഗ്യമുള്ളത്. കച്ചവടം ചെയ്യുന്നവർക്ക് പരിസര പ്രദേശത്ത് തന്നെ നിസ്കരിക്കാൻ വളരെ നല്ല സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമുണ്ട്. ബാങ്ക് കൊടുത്താൽ ഷട്ടർ താത്തിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു അവിടെ നിർത്തിയിട്ടോ നമുക്ക് ജമാഅത്തിൽ പങ്കെടുക്കാവുന്ന സംവിധാനം. അങ്ങനെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന നല്ലവരായ കച്ചവടക്കാർ നമ്മുടെ ഈ പ്രദേശത്തുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെയും നമ്മുടെ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു ബറക്കത്ത് എന്ന് പറയുന്നത്. അവിടെ നന്മ നിലനിൽക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും. കാരണം വാങ്ക് കൊടുത്താൽ ജമാഅത്ത് മുടക്കാതെ നിർവഹിക്കുന്ന നല്ല കച്ചവടക്കാർ നമ്മുടെ പരിസരങ്ങളിലുണ്ട് എന്നതാണ്. നല്ല കച്ചവടക്കാരെന്ന് പറയുന്നവർ അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് നിസ്കാരത്തെ തൊട്ട് യാതൊരു നിലക്കും വീഴ്ച വരുത്താത്തവരാണെന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല സകാത്ത് കൊടുക്കുന്നിടത്ത് നല്ല കണിശതയുണ്ടാകും. നമ്മുടെ കച്ചവടം പലപ്പോഴും നമ്മൾക്ക് ഹറാമായി മാറാറുണ്ട്. കാരണം കച്ചവടം നടത്തുന്നവർ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. കച്ചവടം തുടങ്ങി ഒരു വർഷമായാൽ അറബി മാസപ്രകാരം അതിനെ വർഷം കണക്കുകൂട്ടി നോക്കണം. ആ വർഷമായാൽ അവരവരുടെ ഷോപ്പിലുള്ള വിൽപ്പന ചരക്കുകളുണ്ടല്ലോ, വിൽപ്പന ചരക്കായ മുതലുകൾ, വാടക വസ്തുക്കളിലൊന്നും സക്കാത്ത് വേണ്ട. ഭൂമിക്കോ വീടിനൊന്നും സക്കാത്തില്ല. അതേ സമയത്ത് വിൽപ്പനക്ക് വേണ്ടി വാങ്ങിയിട്ട ഭൂമിയോ വീടുകളൊക്കെ ആണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ്. കച്ചവടത്തിന് വേണ്ടി നമ്മുടെ കടകളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ വർഷമാകുമ്പോൾ നമുക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നുള്ളത് അവിടെ മാനദണ്ഡമല്ല. 10 ലക്ഷം രൂപയുടെ സാധനം വർഷത്തിൻ്റെ തുടക്കത്തിൽ വാങ്ങിയിട്ടതാണ്. അവസാനത്തേക്ക് കണക്കെടുപ്പ് നോക്കുമ്പോൾ, കണക്കുകൾ പരിശോധിക്കുമ്പോൾ കച്ചവടം വളരെ നഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വർഷാവസാനമാകുമ്പോൾ മൊത്തം സാധനത്തിൻ്റെ കണക്കെടുപ്പ് നടത്തണം. എത്ര രൂപയുടെ റീറ്റെയിൽ മൂല്യമുണ്ട് എന്ന് നോക്കണം. ഹോൾസെയിൽ മൂല്യമല്ല, റീറ്റെയിൽ മൂല്യം എത്രയുണ്ട് എന്ന് നോക്കണം മൊത്തം വസ്തുക്കളുടെ. എന്നിട്ട് അതിൻ്റെ 2.5% സക്കാത്തായി കൊടുക്കണം. അത് പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ്, നമ്മുടേതല്ല. അത് കൊടുക്കാത്തതാണെങ്കിൽ നമ്മുടെ കച്ചവട വസ്തുക്കളിൽ ആ സക്കാത്തിൻ്റെ അംശമുണ്ട്, പാവപ്പെട്ടവൻ്റെ അവകാശമുണ്ട്, നമുക്ക് അർഹതപ്പെട്ടതല്ലാത്തതുണ്ട്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്ന കച്ചവടക്കാർ അവരാണ് ഏറ്റവും നല്ല കച്ചവടക്കാർ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു പാർട്ട്ണർ ഇപ്പം എടുത്ത് പറഞ്ഞതാ, ഞാൻ സക്കാത്ത് കൊടുക്കും, പക്ഷെ മറ്റേ ആൾ സക്കാത്ത് കൊടുക്കാൻ സന്നദ്ധനാകുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ വിഹിതത്തിൻ്റെ സക്കാത്ത് കൊടുത്താൽ മതിയോ? ഏറ്റവും ചുരുങ്ങിയത് അത് ചെയ്യണം. 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പാർട്ട്ണർ സക്കാത്തിൻ്റെ വിഷയത്തിൽ ജാഗ്രതയില്ലാത്തയാളാണെങ്കിൽ അയാളുടെ മുതലിലെങ്കിലും അയാളെക്കൊണ്ട് സക്കാത്ത് നൽകാൻ വേണ്ടി പ്രേരിപ്പിക്കണം. അയാളുടെ മുതലിൻ്റെ സക്കാത്ത് ഇയാൾ നിർബന്ധമായി നൽകണം. അവന് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കണോ എന്നുള്ള ചിന്താഗതി തന്നെ അപ്രസക്തമാണ്. സക്കാത്ത് കൊടുക്കുന്നവരാണ് നല്ല കച്ചവടക്കാർ. മാത്രമല്ല യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അന്ത്യനാളിലെ വിചാരണയെക്കുറിച്ച് ശക്തമായ ബോധ്യമുള്ളവനാണ് കച്ചവടക്കാരൻ.
ഈ മുതലങ്ങ് വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് ആലോചിക്കുന്നവനല്ല. ഞാനിത് വിൽക്കുന്നത് ഹലാലായ വഴിയിലാണോ, ഇത് വാങ്ങുന്നവൻ ഈ കച്ചവടത്തിൽ സംതൃപ്തനാണോ എന്നുള്ളത് പരിശോധിക്കണം. ഇന്നമൽ ബൈഉ ബിത്തറാദി. കച്ചവടം എന്ന് പറഞ്ഞാൽ അത് മ്യൂച്വൽ സാറ്റിസ്ഫാക്ഷൻസ് വേണം. രണ്ടാളും സംതൃപ്തരാകണം. ചിലരൊക്കെ കച്ചവടം നടത്തുന്നത് വേണം. അങ്ങനെയാണ്ട് പറ അത് മതി, അത്ര മതി, 1,00,000 പിടിച്ചോളി, അത് മതി, അത് തീരുമാനമായി. അയാളുടെ സംതൃപ്തി അതിൽ 5 പൈസ കൂട്ടിത്തരില്ല, അത് പിടിച്ചോളി എന്ന് പറയും. കച്ചവടം ഹലാലാവില്ല. സംതൃപ്തമല്ലാത്ത, എന്നാലും ഇയാൾ ചിലപ്പോൾ ഒന്നും പറയാനും പറ്റൂല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ മൗനം സമ്മതം എന്നുള്ള നിലക്ക് കച്ചവടം. ഈ കച്ചവടം നമ്മൾ ഇടപാടുകൾ നടത്തുമ്പോൾ ഇരുവരും സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. കച്ചവടത്തിൻ്റെ ഷർത്തുകളൊക്കെ അങ്ങനെ ഞാൻ വിറ്റു എന്നും മറ്റേ ആൾ വാങ്ങി എന്നുമൊക്കെ പറയണം. ഈജാബ് കബൂലൊക്കെ ഉണ്ടാകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നമൽ ബൈഉ ബിത്തറാദി. മ്യൂച്വൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് കച്ചവടം എന്നുള്ളത് ഒരു സമ്പൂർണമായ ഒരു നല്ല വ്യവസ്ഥിതിയായി മാറുന്നത്, വ്യവഹാരമായി മാറുന്നത്. അതുകൊണ്ട് നല്ല കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ ദിക്റിനെ തൊട്ട് നിസ്കാരത്തെ തൊട്ട് ഭംഗം വരുത്താത്തവൻ, സകാത്ത് കൊടുത്തു വീട്ടുന്നിടത്ത് കണിശത പുലർത്തുന്നവൻ, അന്ത്യനാളിലെ വിചാരണകളെക്കുറിച്ച് ജാഗ്രതരാകുന്നവരാണ് നല്ല കച്ചവടക്കാരൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലെ 37-ാമത് സൂക്തം അള്ളാഹു പഠിപ്പിക്കുകയാണ്. കച്ചവടം ചെയ്യുന്നവർ ഈ ഘടകങ്ങൾ നമ്മളിലുണ്ടോ നോക്കണം. കച്ചവടം നമ്മുടെ നിസ്കാരത്തിന് ഭംഗം വരുത്തുന്നെങ്കിൽ, നമ്മുടെ ദിക്റുകൾക്ക് ഭംഗം വരുത്തുന്നുവെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവരാണ് ഇവിടുത്തെ കച്ചവടക്കാർ. കോഴിക്കോട് മർക്കസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ വളരെ കൂടുതൽ പേര് കേട്ട ഒരു വാണിജ്യ കേന്ദ്രമാണ്. ഒരുപാട് വസ്തുക്കൾക്ക് അറിയപ്പെട്ട വാണിജ്യ കേന്ദ്രമാണ്. നോമ്പ് തുറക്ക് വേണ്ടി ധാരാളം ആളുകൾ, ധാരാളം കച്ചവടക്കാർ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് സഹായിക്കുന്നവരുണ്ട്. പള്ളിയിലെ സംരംഭങ്ങളിൽ സഹായിക്കുന്നവരുണ്ട്. അതൊക്കെ ബറക്കത്താണ്, ദിക്റാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടി കച്ചവട മാതൃകകൾ ചരിത്രങ്ങളിൽ ഉള്ളതുപോലെ എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കച്ചവടത്തെപ്പറ്റി നമുക്കറിയാം. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആടിൻ്റെ കൂട്ടവുമായി ഷാമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് പുലർത്തിയ സത്യസന്ധത അത് ഏറെ മാതൃകാപരമാണ്. മാത്രമല്ല, സ്വഹാബത്തിൽ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സത്യസന്ധരായ കച്ചവടക്കാരുണ്ടായിട്ടുണ്ട്. എന്നാൽ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നല്ല സമ്പന്നനായ കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു. അബൂ ഹനീഫ തങ്ങളും അവിടുത്തെ ഉപ്പയും നല്ല കച്ചവടക്കാരനായിരുന്നു. നല്ല തോപ്പുകളെല്ലാം വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ ആ കച്ചവടത്തിലാണ് വളരുന്നത്. അവിടുന്ന് കച്ചവടക്കാരനായി വളരുന്നു, അങ്ങാടിയിലേക്ക് പോകുന്നു. ആ സമയം അന്ന് ഇൽമ് കേൾക്കാൻ ബഹുമാനപ്പെട്ടവർ ഒരുങ്ങിയിരുന്നില്ല. കച്ചവടക്കാരനായി ജീവിതം തുടങ്ങുന്ന സയ്യിദുനാ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു സുമ്മത്തജഹ ഇലൽ ഇൽമി, പിന്നെ ഇൽമ് പഠിക്കാൻ വേണ്ടി പിന്നീടാണ് താല്പര്യം വരുന്നത്. ഇവിടുത്തെ കച്ചവടക്കാർക്കൊക്കെ വലിയ അവസരങ്ങളാണ്. കാരണം അറിവിൻ്റെ മജ്ലിസുകൾ ഒരുപാടുണ്ട്. കച്ചവടം നടത്തുമ്പോൾ അവർക്ക് വാജിബായ കാര്യം എന്താണ്? കച്ചവടത്തിൻ്റെ ശരീഅത്ത് നിയമങ്ങൾ അവർ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. കച്ചവടം നടത്താത്ത ഒരാൾക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രം അറിഞ്ഞുകൊള്ളണമെന്നില്ല. കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ ആ കച്ചവടത്തിൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കൽ ഫർദ് ഐനാണ്. അവരത് പഠിച്ചേ മതിയാവും. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ആദ്യ സമയങ്ങളിൽ അവിടുത്തെ ഉപ്പ നിർവഹിച്ചിരുന്ന കച്ചവടത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് അവർ ഇൽമിനോട് താല്പര്യം വരുന്നു. പക്ഷേ കച്ചവടത്തിന് മുടക്കം വരുത്തിയില്ല. കച്ചവടത്തിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ടവർ ഇൽമ് പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നു. ബലിസ്തമറ താജിറൻ ഇലാ അമ്മാത, അബൂ ഹനീഫ തങ്ങൾ വഫാത്താകുന്നതുവരെ കച്ചവടക്കാരനായിരുന്നു എന്നവിടുത്തെ ചരിത്രം പറയുന്നുണ്ട്.
അപ്പോൾ അവർക്ക് എന്തുണ്ട്? കച്ചവടത്തിലൊക്കെ സഹായിക്കാൻ വേറൊരു സഹായിയുണ്ട്. അവർ ഹദീസിൻ്റെ സദസ്സിലേക്ക് പോകുമ്പോൾ, ക്ലാസ്സിലേക്ക് പോകുമ്പോൾ, ഖിദ്മത്തുൽ ഫിഖ്ഹിലേക്ക്, ഫിഖ്ഹിന് സേവനം ചെയ്യാൻ അവർ സമയം മാറ്റിവെക്കുമ്പോൾ അവരുടെ കച്ചവടത്തെ കൊണ്ടുപോകാൻ വേറൊരു ശരീക്കൊരു പാർട്ട്ണർ അവരുടെ കച്ചവടത്തിലുണ്ടായിരുന്നു. അവരത് നിർവഹിക്കും. അബൂ ഹനീഫ തങ്ങൾ ഇൽമിലും ഏർപ്പെടും. നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച വലിയ മഹാനായിരുന്നു സയ്യിദുന അബൂ ഹനീഫത്തുൽ കുഫി. മദ്ഹബ് ക്രോഡീകരിക്കപ്പെട്ടവരിൽ ആദ്യത്തെ ഇമാം, കച്ചവടക്കാരനായിരുന്നു. വഫാത്ത് വരെ അവിടെ നിന്ന് കച്ചവടം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ കച്ചവടത്തിൻ്റെ മാതൃകകളെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് വിൽപ്പന നടത്താൻ വേണ്ടി ഒരു സ്ത്രീ ഒരു പട്ടിൻ്റെ വസ്ത്രവുമായി വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ ആ പെണ്ണിനോട് ചോദിച്ചു, കം സമനു, എത്രയാണ് അതിൻ്റെ പൈസ എന്ന് ചോദിച്ചു. അപ്പോൾ മഹദി പറഞ്ഞു, 100 റിയാലാണ്, 100 ദീനാറാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഹുവ ഖൈറും മിൻ 100. നമ്മളാണെങ്കിൽ അത് കിട്ടിയ 100 റുപ്യയുള്ളും വേഗം എടുക്കും. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് 100-നേക്കാൾ കൂടുതൽ മൂല്യം ഉണ്ടല്ലോ ഈ സാധനത്തിന്. ബിക്കം തക്കൂലീൻ. അപ്പോൾ ആ പെണ്ണിനോട് വെച്ച് കൂട്ടി പറയുണ്ടോ? പെണ്ണ് പറഞ്ഞു, എന്നാൽ 200, 200 എന്നാളെയായിരുന്നു. അപ്പോൾ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ ഖൈറും മിൻ ദാലിക, അതിനേക്കാൾ വാല്യൂ ഉണ്ട് ഇതിന്, അത്രയൊന്നും പണം കണ്ടാൽ പോരെ ഇതിന്. അപ്പോൾ പെണ്ണ് പറഞ്ഞു, നിങ്ങളെന്നെ, പെണ്ണ് പറഞ്ഞിട്ട് പറഞ്ഞു 400 400 ദീനാർ എന്നാളെയാണ്. അപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനേക്കാൾ വില ഉണ്ട് അതിന്, അതിൻ്റെ മൂല്യത്തിലെത്തിയിട്ടില്ല. അബൂ ഹനീഫ ഇമാമ് വാങ്ങുന്ന ആളാണ്, വിൽക്കുന്ന ആളല്ല. അപ്പോൾ പെണ്ണ് ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? ചിലപ്പോൾ വിൽക്കുന്ന ആൾക്ക് അതിൻ്റെ വാല്യൂ അറിയാത്തതുണ്ട്. നമ്മൾ കിട്ടിയ ചാൻസിൽ ഏതോ ഒരാൾക്ക് പഴയ സാധനം എടുക്കുമ്പോൾ എന്തോ ഒരു പഴയ വാച്ച് കിട്ടി. വാച്ച് കിട്ടിയപ്പോൾ ഈ വാച്ചുമായിട്ട് വാച്ചിൻ്റെ കടയിൽ നിന്ന് വാച്ച് കടക്കാരന് മനസ്സിലായത് ഇത് ലക്ഷങ്ങൾ വിലയുള്ള റോളക്സിൻ്റെ വാച്ചിൻ്റെ അംശങ്ങളാണെന്ന്. അപ്പോൾ കുണ്ടരൻ ആൾക്ക് ഇത് അറിയില്ല. അപ്പോൾ കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് എത്ര ഇതിന് വേണ്ടി വെച്ചു? അപ്പോൾ അയാൾക്കറിയില്ല. അയാളൊരു 1000 റുപ്യ എന്നാളെന്ന് പറഞ്ഞു. 1000 മതി, എന്നാൽ ഒരു 1500 പിടിച്ചു പറഞ്ഞിട്ട് കൊടുത്ത്. എന്നാൽ ഈ സാധനത്തിൻ്റെ വാല്യൂ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഈ കൊണ്ടുവന്ന സാധനം ഇന്നാലിൻ്റെ വാല്യൂ ഉള്ള, ഇത്രയും വിലപിടിപ്പുള്ള സാധനം. നമ്മൾ കിട്ടിയ ചാൻസ് നോക്കിയിട്ട് അയാളടുത്ത് നിന്ന് വാങ്ങിയിട്ട് നമ്മളെ വലിയ വിലക്ക് വിൽക്കല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന മാതൃകയാണ്. ചിലർക്ക് സാധനത്തിൻ്റെ മൂല്യമാണ്, ഗിഫ്റ്റ് കിട്ടിയതായിരിക്കും. അപ്പോൾ അത് ഗിഫ്റ്റ് കിട്ടിയത് ഒരാൾ കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ അയാളെ പറ്റിക്കാൻ പാടില്ല. പെണ്ണ് ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരെങ്കിലും ഇത് വാങ്ങാനുണ്ടോ എന്ന് അവിടെ കൂടിയവരോട് ചോദിച്ചപ്പോൾ ഫജാഅത് ബിറജുലിൻ ഫശ്തറാഹു ബി500. ആ പെണ്ണൊരു ഒരാൾക്കത് വിൽക്കുന്നത് 500 ദിർഹമിനാണ്. അഥവാ അബൂ ഹനീഫ ഇമാം 400 പറഞ്ഞപ്പോഴും ഇനിയും കൂടുമെന്ന് ചോദിച്ചപ്പോൾ 500-ന് ആ വസ്തു വിൽക്കാൻ കഴിഞ്ഞു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. മാത്രമല്ല അബൂ ഹനീഫ ഇമാമിൻ്റെ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മളറിയാതെ നമ്മുടെ പണിക്കാർ നമുക്ക് ലാഭം ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ നമ്മുടെ മുതലിൽ അവർ കൃത്രിമത്വം കാണിച്ചിട്ട് ഹറാമായ മുതൽ നമ്മെക്കൊണ്ടുകൂടി ഭക്ഷിപ്പിക്കും. അതിൽ നല്ല ജാഗ്രത നമുക്കുണ്ടാകണം. അബൂ ഹനീഫ ഇമാം അവരുടെ ഒരു പാർട്ട്ണറെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കുകയാണ്. അന്നഹു ബഅസ ശരീകഹു ഹഫ്സ് ബിൻ അബ്ദുറഹ്മാൻ ബിമതാഇൻ, സാധനവുമായി ഇന്നാലിന്ന സ്ഥലത്ത് പോകണം എന്ന നിർദ്ദേശം കൊടുക്കുന്നു. ഹഫ്സ് ബിൻ അബ്ദുറഹ്മാൻ എന്ന അവരുടെ പാർട്ട്ണറെ സുബ്ഹാനല്ലാഹ് പറഞ്ഞേക്കുന്ന സമയത്ത് വഅലമഹു അന്ന ഫീ സൗബിൻ മിൻഹു ഐബ, മോനെ ഈ വസ്ത്രത്തിൽ ഇന്നാലിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ട്ടോ. നീ കച്ചവടം ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളെ പറഞ്ഞു കൊടുക്കാതെ കച്ചവടം ചെയ്യരുത്. ഇതിന് ഇന്നാലിന്ന ന്യൂനതയുണ്ട്. ഒരാൾ മൊബൈൽ ഫോൺ വാങ്ങാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ന്യൂനത കാണരുത് എന്നല്ല കച്ചവടക്കാരൻ കരുതേണ്ടത്. വസ്ത്രം വിൽക്കുന്ന സമയത്ത് അതിനൊരു കീറലുണ്ട്, അതവന് നോക്കുമ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ പെടൂല. ഫ്രൂട്ട്സുകളാണെങ്കിലും വിൽപ്പന നടത്തുന്ന സമയത്ത് അതിൻ്റെ കേടുപാടുകളുള്ളതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കവറിലെടുത്തിട്ടിട്ട് കസ്റ്റമറെ വഞ്ചിക്കലല്ല. അബൂ ഹനീഫത്തുൽ കുഫി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആ വസ്ത്രത്തിൽ ഇന്നാലിന്ന ന്യൂനതകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഔജബ അലൈഹി അൻ യുബയ്യിനൽ ഐബ ഇൻദ ബൈഇ,
കച്ചവടം നടത്തുമ്പോൾ നീ എന്ത് ചെയ്യണം? അതിനെ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കണം. ഇതിന് ഇന്നാലിന്ന ന്യൂനതകളൊക്കെ ഉണ്ട്, ഇന്നാലിന്ന കുറവുകളൊക്കെ ഉണ്ട്, ഇതിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് കേട്ടോ. 100 റുപ്യൻ്റെ മുതലാണ് MRP ഉള്ളത്, 90 റുപ്യ തന്നാൽ മതി. നഷ്ടം നമ്മളും കുറച്ച് സഹിക്കുക, അവരും സഹിക്കട്ടെ. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം മതി. 90 റുപ്യക്ക് ഒക്കില്ല. അയാൾ ചോദിക്കുക 80 റുപ്യക്ക് തരുമോ? ഇല്ല, അതിന് 85 റുപ്യ എനിക്ക് കോസ്റ്റാണ്. അതുകൊണ്ട് ഒരു 5 റുപ്യ ഒരു ലാഭത്തിൽ, 100 റുപ്യക്കാണ് വിൽക്കുന്നത്, 5 റുപ്യ ലാഭമേ ഞാൻ ഈ ഒരു ചെറിയ ഡാമേജ് ഉള്ളത് കൊണ്ട് എടുക്കുന്നുള്ളൂ. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങണ്ട. എന്തൊരു നല്ല രസമാണ്. മക്കൾക്ക് തിന്നാൻ കൊണ്ടുപോയി കൊടുക്കുന്നതിൽ എന്തൊരു ബറക്കത്താ. ഒരാളെ പറ്റിച്ച് കൊണ്ടുവന്ന്, മറ്റത് അസ്വസ്ഥതയാണ്. ഇയാളെ ന്യൂനത കാണുമോ, അയാൾ നാളെ റിട്ടേൺ വരുമോ? ഇന്നത്തെ കച്ചവടം കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല, അത് റിട്ടേൺ വരും എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ന്യൂനതകൾ നമ്മൾ പ്രകടമാക്കി കൊടുക്കൽ, പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. മാത്രമല്ല ഫലമ്മ, പക്ഷേ അയാൾ കച്ചവടം ചെയ്യുമ്പോഴോ ബഹുമാനപ്പെട്ടവരുടെ പാർട്ട്ണർ അത് മറന്നുപോയി ആ വിഷയം പറയാൻ, ആ സാധനത്തിന് ന്യൂനത ഉള്ളത് പറയാൻ അയാൾ മറന്നുപോയി. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഫലമ്മ അലിമ അബൂ ഹനീഫത്തിൽ കുഫി റളിയല്ലാഹു അൻഹു, അവരറിഞ്ഞു എൻ്റെ പാർട്ട്ണർ ഇത് കച്ചവടം നടത്തുമ്പോൾ ആ ന്യൂനത അറിയിച്ചു കൊടുക്കാൻ മറന്നിട്ടുണ്ട് എന്ന വിഷയം അബൂ ഹനീഫ തങ്ങൾ അറിഞ്ഞപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തസദ്ദഖ ബിതമനിൽ മതാഇ കുല്ലി, ആ സാധനത്തിൻ്റെ മൂല്യം ഫുള്ള് സ്വതക്ക കൊടുത്തു. ആ കസ്റ്റമർ ആരാ ഞാൻ അറിയൂല. കസ്റ്റമർ ഉണ്ടെങ്കിൽ കസ്റ്റമറെ വിളിച്ചിട്ട് നമുക്ക് പറയാം അതിന് ഇന്നാലിന്നൊരു ന്യൂനത. ആരാതൊക്കെ ചെയ്യൽ ഈ കച്ചവടത്തിൽ? പിന്നെ ഞാൻ അങ്ങക്ക് വിറ്റൊരു സാധനത്തിനൊരു ചെറിയ പോരായ്മ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇനി വിൽക്കുന്ന സമയത്തിൻ്റെ ഓർമ്മയിലുണ്ടായില്ല, അങ്ങനെ ഒരു പോരായ്മ അതിനുണ്ട് എന്ന് അയാളോട് വിളിച്ച് പറയാൻ പറ്റിയാൽ വിളിച്ച് പറയണം. പക്ഷേ കസ്റ്റമർ ആരാന്നുള്ളത് നമുക്കിപ്പോൾ നഗരപ്രദേശങ്ങളിലൊന്നാണെങ്കിൽ എല്ലാ കസ്റ്റമറുടെയും ഇപ്പോഴൊക്കെ ഫോൺ നമ്പറുകളൊക്കെ വാങ്ങി വെക്കാറുണ്ട്, പക്ഷെ അതറിയാൻ കഴിയില്ല. അങ്ങനെ അറിയാൻ കഴിയാത്ത സന്ദർഭത്തിൽ ആ വസ്തുവിൻ്റെ മുതൽ മുഴുവൻ സ്വതക്ക കൊടുക്കുന്നു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. കച്ചവടത്തിൽ അവർ പുലർത്തുന്ന മാതൃകയാണ്. അതുകൊണ്ട് കച്ചവടക്കാർ അതിൻ്റെ അറിവിൻ്റെ അതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരാകണം, മസ്അലകൾ അറിയണം. അറിവില്ലാത്തവൻ കച്ചവടം ചെയ്യരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നത് കാണാം, ലാ യത്തജിറു ഫീ സൂഖിനാ ഇല്ലാ മൻ ഫഖിഹ വ ഇല്ലാ അകല റിബാ. നമ്മളെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യണമെങ്കിൽ കച്ചവടത്തിൻ്റെ നിയമങ്ങൾ അറിയുന്നവനാകണം. കച്ചവടത്തിൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ അറിയാത്തവൻ കച്ചവടം ചെയ്താൽ അവൻ അറിയാതെ പലിശ ഭക്ഷിക്കേണ്ടി വരുമെന്ന് സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അഹ്കാമുൽ ബൈഅ് അറിയുന്നവരല്ലാതെ അക്കാലത്ത് കച്ചവടം ചെയ്യുമായിരുന്നില്ല എന്നാണ്. ഏത് കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും നിയമങ്ങൾ എന്താണ് എന്നറിയണം. ഒരു വസ്തുവിൻ്റെ നിയമം. ഇന്നിപ്പോൾ പല രൂപത്തിലുള്ള നെറ്റ്വർക്ക് ബിസിനസ്സിൽ എല്ലാവരും ഏർപ്പെടാണ്. ക്യൂനെറ്റോ മറ്റെന്തെങ്കിലും നെറ്റുകൾ പല പേരുകളിലും ഏർപ്പെടുന്നതിൽ ഇതിൻ്റെ ഹലാൽ ഹറാമിനെ പറ്റി യാതൊരു ജാഗ്രതയുമില്ല. നമ്മൾ നേരത്തെ ഉണർത്തിയതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് യാതൊരു ഹക്കും ബാത്തിലുമില്ലാത്ത സ്ഥലങ്ങളിൽ യാതൊരു അറിവും അന്വേഷണവുമില്ലാതെ പെട്ടുപോകുന്ന ആളുകളുണ്ട്. ഇസ്ലാമികമായ നിയമങ്ങളെ, കച്ചവടത്തിൻ്റെ നിയമങ്ങളെ അറിയാതെ കച്ചവടത്തിന് മുതിരരുത്. കച്ചവടത്തിൻ്റെ ഷർത്തുകളുണ്ട്. ആ കച്ചവടം വാങ്ങുന്നവരിലും അത് വിൽക്കുന്നവനും എന്താകണം? തക്ലീഫ് ഉണ്ടാകണം. കുട്ടി കച്ചവടം ചെയ്യരുത്. കുട്ടിയോടുള്ള കച്ചവടം, പ്രായപൂർത്തിയും ബുദ്ധിയില്ലാത്ത ആൾ കച്ചവടം ചെയ്താൽ അത് സ്വഹീഹാവില്ല. കുട്ടി എന്തെങ്കിലും കച്ചവടം ചെയ്തു. ഇപ്പം അടുത്ത് എന്നോടൊരു ആൾ ചോദിച്ചു, ഒരു കുട്ടി വാങ്ങി വരുന്ന സമയത്ത്, എന്തോ സാധനം വാങ്ങി വരുന്ന സമയത്ത് ആ സാധനം നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ കുട്ടി ആകെ ബേജാറായിട്ട്, കാര്യത്തിൽ ചോദിച്ചൊരു മസല, കുട്ടി ആകെ ബേജാറായിട്ട് സിറാജുല്ലുദേക്ക് 1000 റുപ്യ നേർച്ചാക്കിയല്ലോ അത് കിട്ടാൻ, തിരിച്ച് കിട്ടാൻ. കുട്ടി പേരോട് സ്ഥാനം വേദ കിട്ടുണ്ടാവും. സിറാജുല്ലുദേക്ക് 1000 റുപ്യ നേർച്ചാക്കി. അപ്പോൾ സംഭവം 250 റുപ്യൻ്റെ സാധനമാണല്ലോ നഷ്ടപ്പെട്ടത്. അപ്പോൾ കുട്ടീൻ്റെ ഉമ്മ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആ 1000 റുപ്യ കൊടുക്കണമെന്ന്. കുട്ടി നേർച്ചാക്കിയാൽ നേർച്ചാവില്ല. 250 റുപ്യൻ്റെ സാധനം നഷ്ടപ്പെട്ടിട്ട് 1000 റുപ്യ കുട്ടി നേർച്ചാക്കിയെന്ന്. കുട്ടി 1000 എന്നല്ല 100 റുപ്യ നേർച്ചാക്കിയാലും എന്താവില്ല? കുട്ടിയുടെ നേർച്ചയാവില്ല. കുട്ടിയുടെ കച്ചവടമാവില്ല.
കച്ചവടത്തിൻ്റെ ഷർത്തുകളിൽ തക്ലീഫ് ഉണ്ടാകണം. അതുപോലെ തന്നെ ഇസ്ലാമായിരിക്കണം. മുസ്ഹഫ് നമ്മൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഇസ്ലാമുള്ളവർക്ക് മാത്രമേ മുസ്ഹഫ് കച്ചവടം ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സാധനങ്ങൾ കാണണം. മുഅയ്യനായ സാധനമാണെങ്കിൽ അത് കാണണം, വാങ്ങാൻ പറ്റുന്നതാകണം, ശുദ്ധിയുള്ള സാധനമാകണം. നജസുള്ള സാധനം കച്ചവടം നടത്താൻ പാടില്ല. നജസുള്ള സാധനങ്ങളിലുള്ള കച്ചവടം സഹീഹാവുകയില്ല. അതുപോലെ തന്നെ യുദ്ധമുതലുകളെല്ലാം വിൽപ്പന നടത്തുമ്പോൾ യുദ്ധത്തിനുള്ള മുതലുകൾ അതല്ലാത്തവർക്ക് വിൽപ്പന നടത്താൻ പാടില്ല. അങ്ങനെ ഒരുപാട് ഷർത്തുകൾ കച്ചവടത്തിൻ്റെ വസ്തുക്കളിലും വാങ്ങുന്നവരിലും വിൽക്കുന്നവരിലുമെല്ലാം ഇസ്ലാം പറയുന്നുണ്ട്. കസ്റ്റമറെ പറ്റിക്കുന്ന ഒരു നടപടികളും കച്ചവടത്തിലുണ്ടാകരുത്. അത് വളരെ പ്രധാനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, നഹാ അനി തലഖീ ലിർറക്ബാൻ വഅൻ യബീഅ ഹാദിറുൻ ലിബാദിൻ വഅൻ തസ്അലൽ മർഅതു തലാഖ ഉഖ്തിഹാ. ഒരുപാട് കാര്യങ്ങളെ വിരോധിച്ചതുകൊണ്ട്, വിരോധിച്ച കാര്യങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വഅനിൻ നജിശി വത്തസ്രിയതി. നജിഷിനെ തൊട്ടും തസ്രിയത്തിനെ തൊട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിട്ടുണ്ട്. എന്താ നജിഷ് എന്ന് പറഞ്ഞാൽ? ഒരാൾ ഒരു ചരക്കിൻ്റെ മഹത്വം ഇങ്ങനെ പറയാം. ഒരു കച്ചവട സാധനമുണ്ട്, ഒരു മൊബൈൽ വിൽപ്പന നടത്തുകയാണെങ്കിൽ ഇത് ഇയാൾ വാങ്ങാനൊന്നല്ല, ഈ മൊബൈലിനെ പറ്റി ഇത് വല്ലാത്തൊരു ഫോണാട്ടത്, ഞാനൊക്കെയാണ് ഇത് വാങ്ങിപ്പോയി, ഇതിൻ്റെ മധു ഇങ്ങനെ പറയും. അത് വാങ്ങാനല്ല, അതിൻ്റെ വില ഇങ്ങനെ കൂടാൻ. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾ, അയാൾ ഇത്രയും സംഭവം ഈ മുതലിനെ പറ്റി പറയേണ്ട, അടുത്ത കച്ചവടക്കാരുണ്ടാവും, നല്ല സാധനം കേട്ടോ, ഭയങ്കര, ഞാനത് എൻ്റെ ഫോൺ ഞാൻ വരെ ഇതുണ്ടായിട്ട് അല്ലെങ്കിൽ അത് വാങ്ങുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക് എന്ത് തോന്നും? അത് അത്രയും നല്ല മുതലാണ്, അപ്പോൾ അത് വാങ്ങാം. അത്രയൊക്കെ വിൽക്കുന്നവരാണ്, അത് നല്ല മണാണ്, അപ്പുറത്ത് മറ്റവനും പറയാതെ നല്ല മണാണ്. അങ്ങനെ അതിൻ്റെ ഇല്ലാത്ത വിശേഷണങ്ങൾ പറഞ്ഞിട്ട് മദ്ഹുകൾ ഇങ്ങനെ പെരുപ്പിച്ചിട്ട് മറ്റുള്ളവരെ, ഇവന് വാങ്ങാൻ ഉദ്ദേശമില്ല, മറ്റുള്ളവരെ അതിൽ പ്രേരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തസ്രിയത്തിനെ തൊട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിട്ടുണ്ട്. അതെന്താണ് തസ്രിയത്ത് എന്ന് പറഞ്ഞാൽ? അത് ധാരാളം പാലുള്ളതാണെന്ന് വരുത്താൻ വേണ്ടി അകിട് വീർപ്പിക്കുന്ന പരിപാടി. അങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാത്ത സാധനത്തെ വീർപ്പിച്ചുകൊണ്ട് കസ്റ്റമറെ പറ്റിക്കുന്ന രൂപത്തിൽ കാണുമ്പോൾ ഇത് നല്ല വണ്ടിയാണെന്ന് തോന്നും, സെക്കൻഡ് ഹാൻഡാണ്, പുറത്തൊക്കെ നല്ല 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 ക്ലീൻ വരുത്തി പെയിൻറ്റിംഗ് ഒക്കെ നടത്തി ഉള്ളിലേക്ക് തുറന്നു നോക്കിയാൽ എഞ്ചിനൊക്കെ തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ടാകും. കാണുന്നവർക്ക് ഇത് നല്ലൊരു സാധനം, ഇതാണ്ടോ എന്തൊരു വൃത്തിയുള്ള വണ്ടിയാണ്. വിൽപ്പന നടത്തുന്ന സമയത്ത് കസ്റ്റമറെ പറ്റിച്ചിട്ട് അതുകൊണ്ട് കച്ചവടമാക്കും, കുണം പിടിക്കില്ല. ഇസ്ലാമികമായി ഒരു നിലക്കും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങനെ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു ബറക്കത്തുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ന്യൂനത നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂനതകൾ എന്തുണ്ടോ ഇല്ല അറിയില്ല, ഈ കാണുന്ന വണ്ടീശൻ നിനക്ക് കൊണ്ടുപോയി നോക്കിപ്പിക്കാം, മെക്കാനിക്കിനെ കാണിക്കാം, വർക്ക്ഷോപ്പിൽ കാണിക്കാം, അതിൻ്റെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താം, എനിക്ക് ഈ വണ്ടിക്ക് ഇത്രയാണ് വില കിട്ടേണ്ടത് എന്നിട്ട് കാണിച്ചിട്ട് ആ വില നിനക്ക് തരാൻ കഴിയുമെങ്കിൽ ആ വില നീ തന്നോ, നീ വണ്ടി എടുത്തോ അല്ലെങ്കിൽ എടുക്കണ്ട എന്ന് പറയുമ്പോൾ അവിടെ കൃത്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും അവൻ അന്വേഷിക്കാനും അറിയാനും, മറ്റത് അന്വേഷിക്കാനൊന്നും കൊടുക്കൂല, കൊണ്ടാനും കൊടുക്കൂല, വണ്ടി ഓടിച്ചു നോക്കാനും കൊടുക്കൂല. ഓടിച്ചു നോക്കും, കൊണ്ടാണ്ടെന്നറിയാം, മറ്റും വേറെ എവിടെയെങ്കിലും നോക്കിപ്പിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് കൊണ്ടാകാൻ പറ്റില്ല എന്ന് പറയും. കസ്റ്റമർ അങ്ങനെ പറ്റിച്ചുകൊണ്ടുള്ള കച്ചവടം ഇസ്ലാമിൽ അനുവദനീയമല്ല. അതുപോലെ തന്നെ പുറത്ത് ഒന്ന് കാണിക്കും എന്നിട്ട് ഉള്ളിൽ വേറെ ഉണ്ടാകും, ചതിക്കുക മനുഷ്യന്മാരെ. ഇപ്പോൾ മുന്തിരിയാണെങ്കിലും ആപ്പിളാണെങ്കിലും ഓറഞ്ചാണെങ്കിലൊക്കെ വിൽപ്പന നടത്തുന്ന സമയത്ത് നല്ല മധുരമുള്ള മുന്തിരി ഉണ്ടാവും, മുകളിൽ വെക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള നല്ല കണ്ടാൽ ആകർഷിക്കുന്ന ആപ്പിളും ഓറഞ്ചൊക്കെ മുന്നിൽ മുകളിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതൊന്നും എടുത്തു കൊടുക്കൂല, കൊടുക്കുന്നത് ഉള്ളുന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർറ അലാ സബിറത്തിൻ മിൻ തആമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചാക്ക് ധാന്യത്തിൻ്റെ ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ സമീപത്തുകൂടെ നടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ കൈയിട്ട് നോക്കി.
ഫനാലത്ത് അസാബിഉഹു ബലല. തങ്ങൾ അതിൻ്റെ അടിയിലേക്ക് കൈയിട്ടപ്പോൾ തങ്ങളുടെ കയ്യിന് നനവ് സ്പർശിച്ചു. നനവ് തട്ടി. മുകളിൽ നനവില്ല, അടിക്ക് ഇങ്ങനെ വെറുതെ കൈയിട്ട് നോക്കിയപ്പോൾ അതിൽ നനവുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ യാ സാഹിബത്ത് ത്വആം, ഓ മുതലാളി എന്താണിത്, ഇങ്ങനെ അടിയിൽ നനവുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞു, അസാബത്തുഹു സമാഉ യാ റസൂലല്ലാ, മഴ പെയ്തപ്പം നനഞ്ഞതാണ് നബിയെ, വേറെ കുഴപ്പമൊന്നുമല്ല, കൃത്രിമത്വമൊന്നുമല്ല, വെള്ളമായതാണ്, മഴ പെയ്തപ്പം നനഞ്ഞു പോയതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫലാ ജഅൽതഹു ഫൗഖത്ത് ത്വആമി ഹത്താ യറാഹു നാസ്, അതിനെനിക്ക് മുകളിലാക്കി കൂടായിരുന്നു, ജനങ്ങൾ കാണട്ടെ, മഴ പെയ്തിട്ട് നനഞ്ഞ മുതലാണെന്ന് ജനങ്ങൾ കാണുന്ന രൂപത്തിൽ നിനക്ക് ആ നനവുള്ള ഭാഗത്തെ മുകളിലേക്കാക്കി കച്ചവടം ചെയ്തുകൂടായിരുന്നോ, എന്തിനാ അടിയിലാക്കിയത്? സുമ്മ ഖാല, പിന്നെ തങ്ങൾ പറഞ്ഞു, മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, കച്ചവടത്തിൽ വഞ്ചന നടത്തുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല, മുഅ്മിനായ മനുഷ്യനല്ല. ഒരു മുഅ്മിനിൽ നിന്ന് കച്ചവടത്തിൽ വഞ്ചനയുണ്ടാകാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ ഖദിമൻ നബിയുൽ മദീനത കാനൂ മിൻ അഖ്ബസിൻ നാസി കൈലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തുന്ന സമയത്ത് മദീനക്കാർ കച്ചവടത്തിൽ വളരെ മോശം സംസ്കാരമുള്ളവരായിരുന്നു. അളവ് തൂക്കത്തിലൊക്കെ കുറവ് വരുത്തുന്ന, കസ്റ്റമേഴ്സിനെ വഞ്ചിക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു മദീനത്തുള്ളവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ഫഅൻസലല്ലാഹു അസ്സ വജല്ല വൈലുൽ ലിൽ മുതഫിഫീൻ, അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർക്ക് വൈലെന്ന നാശമുണ്ട്, നരകമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിൻ്റെ ആയത്ത് അവതരിച്ചത് മുതൽ അവർ പിന്നെ കച്ചവടത്തിൽ കൃത്യത വരുത്താൻ തുടങ്ങി. ഫഅഹ്സനുൽ കൈല ബഅദ ദാലിക്, ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിനുശേഷം പിന്നെ അവരുടെ കച്ചവടത്തിലൊക്കെ അവർക്ക് നല്ല കൃത്യതയാണ്, കണിശതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ ഒരു സംസ്കാരമാണ്. അതുവരെ അവരങ്ങനെ കച്ചവടം ചെയ്തവരായിരുന്നു എന്നാണ്. അർഹതയില്ലാത്തതൊന്നും തന്നെ തട്ടിയെടുക്കില്ല എന്ന തീരുമാനമുണ്ടാകണം. അതാണ് ഒരു കച്ചവടക്കാരന്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകേണ്ടത്. സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ അഖദ ശിബ്റൻ മിനൽ അർളി ബിഗൈരി ഹഖ്ഖിഹി, ആരെങ്കിലും അന്യായമായി ഭൂമിയിൽ നിന്നൊരു ചാണ് പിടിച്ചെടുത്താൽ, നമ്മളെ മുതലല്ലാത്ത ഭൂമി നമ്മൾ പിടിച്ചെടുത്തു, അളവെടുക്കുന്ന സമയത്ത് അതിൽ കൃത്രിമത്വം കാണിച്ചു, അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത മുതൽ എങ്ങനെയെങ്കിലും നമ്മുടേതാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, ആരെങ്കിലും അങ്ങനെ ഭൂമിയിൽ നിന്ന് അന്യായമായി ഒരു ചാണെങ്കിലും പിടിച്ചെടുത്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തുവിഖഹു ഫീ സബ്ഇ അർളീന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് 7 ഭൂമികൾ അവനെ കൊണ്ട് ഭാരമാക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അല്ലാഹുമ്മ ഇൻ കാനത് കാദിബതൻ ഫഅഅമി ബസറഹ വജഅൽ ഖബ്റഹ ഫീ ദാരിഹാ. ബഹുമാനപ്പെട്ടവർ പറയാണ്, രണ്ടാളും തമ്മിൽ തർക്കമുണ്ടായി ഭൂമിയുടെ വിഷയത്തിൽ. അപ്പോൾ അവർ ദ്വാരുന്നു, പടച്ചോനെ, അയാൾ കളവ് പറയുന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് അന്ധനാക്കണം, മാത്രമല്ല അവരുടെ ഖബർ ആക്കുകയും വേണം, അവരുടെ വീടാക്കണം എന്നുകൂടി പറഞ്ഞപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി അങ്ങനെ തന്നെ ആയിപ്പോയത് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ പൂഴ്ത്തി വെപ്പും പാടില്ല. വില കുറഞ്ഞ സമയത്ത് സാധനങ്ങൾ വാങ്ങി പൂഴ്ത്തി വെച്ചിട്ട് മനിഹ്തകറ ത്വആമൻ 40 ലൈല, ആരെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ 40 രാത്രിയിൽ പൂത്തിവെച്ചാൽ ബരി അല്ലാഹു ഫഖദ് ബരി അമിൻ അല്ലാഹി വബരി അല്ലാഹു മിൻഹു, അവനിൽ നിന്ന് അല്ലാഹുവും അല്ലാഹുവിൽ നിന്ന് അവനും വിദൂരത്തായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സാധനങ്ങൾ വാങ്ങിയിട്ട് വളരെ സീസണലി വില കുറവുള്ള സാധനങ്ങൾ ഉണ്ടാവും, അത് പൂഴ്ത്തി വെക്കുക, സാധനങ്ങൾ ലഭ്യമാക്കാത്ത നിലക്ക് പൂഴ്ത്തി വെക്കുക.
അങ്ങനെ പൂഴ്ത്തിവെപ്പ് ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിട്ടുള്ളതാണ്. വൽ മുഹ്തക്കിറു മൽഊൻ എന്ന് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതുപോലെ തന്നെ സാധനത്തിൽ കൊള്ളലാഭം എടുക്കാനും പാടില്ല. ലാഭത്തിനൊരു തോത് വേണം. 300, 400, 500% എല്ലാം കൊള്ളലാഭം എടുക്കുന്നവരുണ്ട്. ഇസ്ലാമിൽ അത് പാടില്ല. അനുവദിക്കപ്പെട്ട ലാഭവിഹിതമല്ലാതെ ആ കൊള്ളലാഭം എടുക്കുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവടത്തിൻ്റെ വിജയം അതാണ്. ന്യായമായ കച്ചവടം, ന്യായമായ ലാഭം, ഹലാലായ സമ്പത്ത്, മ്യൂച്വൽ സാറ്റിസ്ഫാക്ഷൻ. വാങ്ങുന്നവർക്കും സംതൃപ്തിയാണ്, വിൽക്കുന്നവർക്കും സംതൃപ്തിയാണ്. ഹറാമായ വസ്തുക്കൾ നമ്മൾ വിൽപ്പന നടത്താൻ പാടില്ല. ഹറാമായ വസ്തുക്കൾ വിൽപ്പന നടത്തരുത്. ലഹരി കച്ചവടങ്ങൾ വളരെ വ്യാപകമാണ്. ലഹരി കച്ചവടങ്ങൾ, ആ ലഹരി കച്ചവടങ്ങൾ ഹറാമാണ് എന്നത് വ്യക്തമാണ്. അത് വിൽപ്പന നടത്താൻ പാടില്ല. അതുപോലെ തന്നെ ജീവികളുടെ രൂപം വീട്ടിൽ വെക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ വിരോധിച്ചിട്ടുള്ളതാണ്. ധാർമ്മികമായ വഴിയിലൂടെ മാത്രമേ സമ്പാദിക്കൂ എന്ന തീർച്ച നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, അന നസ്ബിറു അലൽ ജൂഇ വലാകിൻ ലാ നസ്ബിറു അലൻ നാർ. വിശപ്പ് നമുക്ക് സഹിക്കാം, വിശപ്പിൻ്റെ മേലിൽ നമുക്ക് ക്ഷമിക്കാം, എന്നാൽ നരകത്തിലെ തീയിൻ്റെ മേലിൽ ക്ഷമിക്കാൻ കഴിയില്ല. വല അഖ്വാ അലാ നാരിൻ ജഹീമി. നരകത്തിലെ ഭയാനകമായ തീയിനെ, ചൂടിനെ താങ്ങാൻ നമുക്ക് കഴിയില്ല, ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നത് ഹലാലായ നിലക്കാകണം, സമ്പാദിക്കുന്നത് ഹലാലാകണം എന്ന തീരുമാനമുണ്ടാകണം. മാത്രമല്ല, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ വകുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. മോശപ്പെട്ട ഹറാമായ അന്യായമായ നിലക്ക് ആരെങ്കിലും ഭക്ഷിച്ച് അവരുടെ അകത്തേക്ക് ചെന്നാൽ അവർക്ക് ഏറ്റവും കടപ്പെട്ടത് നരകം തന്നെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, അയ്യുഹന്നാസ് ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു തയ്യിബാണ്, അല്ലാഹു നല്ലവനാണ്, നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. അപ്പോൾ സ്വതക്ക കൊടുക്കുന്നതും ദാനധർമ്മം ചെയ്യുന്നതൊക്കെ നല്ലതാകണം. ഒരു സ്ഥാപനത്തിന് സ്വതക്ക ചെയ്തത് നമ്മൾ വിനിയോഗിക്കാൻ പാടില്ല. ഇപ്പം എൻ്റെ സ്ഥാപനം പഞ്ചാബിൽ സർഹിന്ദിൽ പ്രവർത്തിക്കുന്ന ഇമാം റബ്ബാനി ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ എക്സലൻസ് എന്ന് പറയുന്ന ഐറിസ് ഫൗണ്ടേഷനു കീഴിൽ ധാരാളം സ്ഥാപന സമുച്ചയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചാബിലെ അമൃത്സറിൽ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജുണ്ട്. ബട്ടിൻഡ എന്ന സ്ഥലത്ത് ഖമാനോ എന്ന് പറയുന്ന പ്രദേശത്ത് മറ്റൊരു ഹിഫ്ദുൽ ഖുർആൻ കോളേജുണ്ട്. ഡെസേർട്ട് റോസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. കെൻസ പ്രീ സ്കൂൾ എന്ന പേരിൽ മറ്റൊരു പ്രീ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം 10-25ഓളം മക്തബകൾ എന്ന് പറയും മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവൻ സ്വന്തമായി ഓട്ടോമാറ്റീവ് അറ്റൻഡൻസ് സിസ്റ്റം അവൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു സംഭവം നമുക്ക് കാണാനിടയായി. പഞ്ചാബിലെ ലുധിയാനയിലുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മൾ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഉസ്താദുമാരിന് അറ്റൻഡൻസ് എടുത്തിട്ട് പ്രയാസപ്പെടണ്ട, അവന് ഒരു ക്യാമറ, ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡിവൈസ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ പോയിട്ട് അവരുടെ പേര് പറഞ്ഞ് ക്ലാസ് കയറിയാൽ അത് ഓട്ടോമാറ്റിക്കലി ഡിജിറ്റൽ അറ്റൻഡൻസിൽ പോയി അത് അറ്റൻഡൻസ് രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ പേര് പറയോ അവിടെ പോയി നിൽക്കുക ചെയ്താൽ മതി. ഒരു കുട്ടി കണ്ടെത്തിയതാണ്. വളരെ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ എടുത്തുകൊണ്ട് പഠിപ്പിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാണ്. പഞ്ചാബുകാരോട് നമുക്ക് കടപ്പാടുണ്ട്. കാരണം മലബാർ കലാപാനന്തരം നമ്മളിൽ ഒരുപാട് ആളുകൾ യതീമുകളായപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ നാടുകളിൽ വന്ന് JDT ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജംഇയ്യത്തു ദഅവത്തി വ തബ്ലീഗിൽ ഇസ്ലാം എന്നാണ്. JDT ഇസ്ലാം അത് പഞ്ചാബികൾ ഉണ്ടാക്കിയതാണ്.
സിയാൽക്കോട്ടുകാർ വന്നുണ്ടാക്കി നമ്മുടെ മുസ്ലിങ്ങളായ ആളുകൾ പിന്നാക്കം നിൽക്കുന്നവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവരുണ്ടാക്കി തന്നതാണ്. അന്ന് അവരുടെ മുസ്ലിം പോപ്പുലേഷൻ 53%. ഇന്നിപ്പോൾ 2% ചുവടെയാണ് പഞ്ചാബിലെ മുസ്ലിം പോപ്പുലേഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അഭിവന്ദരായ എൻ്റെ ഗുരുവര്യർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ്, അതുപോലെ സുൽത്താനുൽ ഉലമ AP ഉസ്താദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മളവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരാൾ പണം തന്നു എൻ്റെ അടുത്ത്. സിദ്ദീഖാജി അവിടെ ഒരു നോമ്പ് തുറപ്പിച്ചു. അള്ളാഹു കബൂലാക്കട്ടെ. ഇനിയും നോമ്പ് തുറപ്പിക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്, കുറഞ്ഞ നോമ്പും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനൊരാൾ പണം തന്നാൽ ആ പണം എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യാൻ പാടില്ല. നോമ്പ് തുറക്കാണ് തന്നതെങ്കിൽ നോമ്പ് തുറക്കെന്നെ വിനിയോഗിക്കണം. അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് എന്നുള്ള നിലക്ക് പണം തന്നത് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അതിനൊരു അതോറിറ്റിയും കമ്മിറ്റിയും ഉണ്ടെങ്കിൽ ആ പണത്തിൻ്റെ ഉത്തരവാദിത്തത്തെ കൃത്യമായി അതോറിറ്റിയെ ബോധ്യപ്പെടുത്തണം. മർക്കസ് കോംപ്ലക്സ് പള്ളിക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരാൾ പൈസ തന്നു. അങ്ങനെ പണം തന്നാൽ ആ പണം എൻ്റെ ഇഷ്ടപ്രകാരം മർക്കസ് പള്ളിക്ക് എനിക്ക് തോന്നുന്നതാണ് ഇവിടെ ഒരു ലൈറ്റ് വേണമെന്ന്. അപ്പോൾ ഞാനൊരു ലൈറ്റ് വാങ്ങിയിട്ട് ഇവിടെ ഇട്ട്. മർക്കസ് കോംപ്ലക്സ് പള്ളിക്ക് എന്ന പൈസ എൻ്റെ അടുത്തുണ്ട്. ചെയ്യാൻ പാടില്ല. ലൈറ്റ് വെക്കണമെങ്കിൽ അതിന് അധികാരമുള്ള ഉത്തരവാദിത്തമുള്ള ആളുകളോട് പണം മർക്കസ് കോംപ്ലക്സിന് എന്ന് പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ ഐറിസ് ഫൗണ്ടേഷന് എന്ന് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ അതോറിറ്റിയാണ്. അതോറിറ്റിക്ക് അത് എൻ്റെ അടുത്ത് മർക്കസ്, ഞാനും മർക്കസിന് തന്നെയാണല്ലോ കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ ഐറിസിന് തന്നെയാണല്ലോ കൊടുത്തത് എന്ന് പറയുന്നിടത്തല്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ നാളിറായ ആൾ ആരാണോ, നാസിമാരാണോ, അവരെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്കാണ് അതിലുള്ള കൈകാര്യകർത്തൃത്വമുള്ളത്. അതല്ലാത്ത വിനിയോഗം പാടില്ല. നമ്മളെ ഇഷ്ടപ്രകാരം അത് വിനിയോഗിച്ചിട്ട് അത് അവിടേക്കുള്ള മുതൽ തന്നെയാണല്ലോ എന്നുള്ള നിലക്ക് വിനിയോഗിക്കാൻ പാടില്ല. അതിൽ വളരെ കൃത്യത വേണം, ധാർമ്മികമായ മൂല്യങ്ങൾ പാലിക്കണം. അപ്പോൾ അള്ളാഹുവിന് കൊടുക്കുന്ന മുതലുകൾ അത് ത്വയ്യിബാകണം. അള്ളാഹു ത്വയ്യിബാണ്. കാരണം ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. മുഅ്മിനീങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത് മുർസലീങ്ങളോട് കൽപ്പിച്ച പാഠങ്ങളാണ്. എന്താണ് അള്ളാഹു മുർസലീങ്ങളോട് കൽപ്പിച്ചത്? യാ അയ്യുഹർ റുസുലു കുലൂ മിനത്ത് ത്വയ്യിബാതി വഅമലൂ സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. മുഅ്മിനീങ്ങളെ, മുർസലീങ്ങളെ, നിങ്ങൾ ത്വയ്യിബാത്തിൽ നിന്ന് ഭക്ഷിക്കണം. ഹലാലുകളിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കണം. ഹലാലല്ലാത്തതിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളോട് പറയുന്ന കൽപ്പനയാണ്. മാത്രമല്ല വഅമലൂ സാലിഹൻ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. മാത്രമല്ല യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങളെ ഞാൻ ഭക്ഷിപ്പിക്കുന്നതിൽ നിന്ന്, ത്വയ്യിബാത്തിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. ഹലാലിൽ നിന്ന് മാത്രം. ഹലാലുമാകണം, ത്വയ്യിബുമാകണം. ആ ത്വയ്യിബിൽ നിന്നുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ നല്ല ഗൗരവം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സമ്പാദിക്കുന്നതും നമ്മുടെ ഇടപാടുകളുമെല്ലാം വളരെ ഹലാലായ രൂപത്തിലുള്ള ഇടപാടുകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാവട്ടെ. എല്ലാ സാമ്പത്തികമായ പോരായ്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഫ്വ് ചെയ്ത് മനുഷ്യരോടുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മുക്തമായി, കടങ്ങളുണ്ടെങ്കിൽ എല്ലാ കടങ്ങളും വീട്ടി ഹലാലായ നിലക്കുള്ള ജീവിതം നയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ പഞ്ചാബിലും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ ഇതുപോലെ സമുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ദാഴികളെ സൃഷ്ടിച്ച് പുതിയ കാലത്ത് മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ സാധിക്കുന്ന വലിയ അന്താരാഷ്ട്ര സർവകലാശാലകളിൽ PhDയും PDF എല്ലാം ഇസ്ലാമിക വിഷയങ്ങളെ പുതിയ ആധുനികതയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വലിയ സ്കോളേഴ്സിനെ, പണ്ഡിതന്മാരെ എല്ലാം വളർത്തിയെടുക്കുന്ന സ്ഥാപനമാണ് അഭിവന്ദരായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിൻ്റെ ജാമിഅ മദീനത്തുന്നൂർ എന്ന് പറയുന്ന സ്ഥാപനം. അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷനാണ് ഷെയ്ഖ് അബൂബക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് തറക്കല്ലിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകാൻ, ഈ സാമൂഹ്യ നിർമ്മിതിയിൽ നമുക്കെല്ലാം ഭാഗമാകാനുള്ള അവസരമാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ എല്ലാവർക്കും സ്വതക്ക ചെയ്യാനുള്ള അവസരമുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും അതിലേക്ക് എന്തെങ്കിലും ഒരു ദാനധർമ്മം ചെയ്ത് നമ്മൾ ഈ പവിത്രമായ റമദാനിൻ്റെ അവസാനത്തെ 10 സ്വതക്കക്ക് വലിയ പ്രാധാന്യമുള്ള ഈ സമയത്ത് നമ്മൾ ഈ നിർവഹിക്കുന്ന എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സ്വലാത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. കയ്യിലുള്ള സംഭാവനകൾ ഉള്ളവരെ ഏൽപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾ ജാരിയായ സ്വതക്കയായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ.